ലൂക്കോസ് 2:4. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ. യോസേഫും മറിയയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ അവർ കുടുംബമായി ഒന്നിച്ചു ജീവിച്ചു തുടങ്ങും മുൻപ് വലിയ അവിശ്വസനീയമായ കാര്യങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ നടക്കുവാൻ തുടങ്ങി. യുഗങ്ങൾക്ക് മുൻപേ ദൈവം നിർണയിച്ചിരുന്ന മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കമാവുകയായിരുന്നു അവിടെ. മറിയയെ കൃപയാൽ നിറച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നും അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടക്കുമെന്നും ദൂതൻ അവളെ അറിയിച്ചു. അവൾ അതിനായി തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിവരം അവളെ വിവാഹം കഴിക്കാനിരുന്ന യോസേഫിനോടും സ്വപ്നത്തിൽ ദൈവം അറിയിച്ചു. യോസേഫിന് അത് പൂർണ്ണമായി വിശ്വസിക്കുവാനും മറിയയെ ചേർത്ത് നിർത്തുവാനുമുള്ള കൃപ ദൈവം കൊടുത്തു. യോസേഫിൻ്റെ അനുസരണം വലിയ നന്മകളെ ഉളവാക്കുവാനിടയായി. യോസേഫ് സംശയത്തോടെ മറിയയെ നോക്കുകയും അവളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു. ദൈവം പറയുന്നത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും കീഴ്പ്പെടുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും നാം തയ്യാറാണെങ്കിൽ വലിയ ദൈവിക പ്രവൃത്തികളുടെ ഭാഗമായി തീരുവാൻ നമുക്കിടയായിത്തീരും. അത് ചിലപ്പോൾ വലിയ കണ്ണുനീരിൻ്റെയും കയ്പിൻ്റെയും വേദനയുടെയും പാതയായിരിക്കാം. എന്നാൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം കൃപ നൽകും. ഹോശേയ 1:2 യഹോവ ഹോശേയയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക എന്ന് എഴുതിയിരിക്കുന്നു. യഹോവ ഹോശേയയെ ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരുന്നതുകൊണ്ട് അദ്ദേഹം അത് അനുസരിച്ചു. സാധാരണ ഒരു വ്യക്തിക്കും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം. കുടുംബത്തിൽ സമൂഹത്തിലൊക്കെ താൻ അനുഭവിക്കേണ്ടി വരുന്ന നിന്ദയും പരിഹാസവും വേദനയുമൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ആത്മഹത്യാപരമായൊരു കാര്യമാണിത്. എന്നാൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ഹോശേയ തന്നെത്താൻ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. 1 ശമൂവേൽ 15:22 അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നെഴുതിയിരിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുന്നതും ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്തുന്നതും ആയിരിക്കാം. എന്നാൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സ് നമ്മെ അനുവദിക്കാതിരിക്കാം. മറ്റുള്ളവർ നമ്മെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. നാം ദൈവഹിതത്തിൽ ഉറച്ചു നിന്നാൽ, തയ്യാറായാൽ ദൈവം നമ്മിലൂടെ വലിയവ ചെയ്തെടുക്കുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് സദാ നമ്മെ ശക്തീകരിച്ച് വഴി നടത്തും. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങെന്ത് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടാലും അനുസരിക്കുവാനും ഏൽപ്പിച്ചു നൽകുവാനുമുള്ള കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.